നമ്മൾക്ക് സുപരിചിതമായ എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാത്ത നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു 4 ടെർമിനോളജി അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓഫൺ യൂസ്ഡ് വേർഡ്സ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന 4 വാക്കുകൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൗൺസിലിംഗ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോച്ചിങ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാനേജിങ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മെന്ററിങ്. ഓരോന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇത് ഓരോന്നും വളരെ വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. ഇത് ജീവിതത്തിൽ ഓരോ ആളുകളും ഓരോ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശ്രദ്ധ എൻ്റെ ബോർഡിനകത്തോട്ടും എന്നിലോട്ടും ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ്. എന്താണ് കൗൺസിലിംഗ്? കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ക് പ്രോബ്ലം, പ്രശ്നത്തെ കുറിച്ച് ചോദിക്കുക എന്നുള്ളതാണ്. നോക്കണം, കൗൺസിലിംഗ് ഈസ് ആസ്കിംഗ് പ്രോബ്ലംസ്. ഇനി വാട്ട് ഈസ് കോച്ചിങ്? കോച്ചിങ് ഈസ് ആസ്കിംഗ് സൊല്യൂഷൻ, പരിഹാരം നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ് കോച്ചിങ്. ഇനി എന്താണ് മാനേജിങ്? ടെൽ പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇനി എന്താണ് മെന്ററിങ്? മെന്ററിങ് എന്ന് പറഞ്ഞാൽ ടെൽ സൊല്യൂഷൻ, പരിഹാരം പറയുക എന്നുള്ളതാണ്. ഇനി 1 by 1 ആയിട്ട് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫാമിലി കൗൺസിലേഴ്സ്. ഭാര്യയും ഭർത്താവും പ്രശ്നമാണ്, ഇവരെന്ത് ചെയ്തു? കൗൺസിലേഴ്സിന്റെ അടുത്ത് പോയി. അപ്പോ കൗൺസിലർ എന്താണ് ചെയ്യുന്നത്? ചോദ്യം ചോദിക്കുക, ആസ്കിംഗ് ദ ക്വസ്റ്റ്യൻസ്, ആസ്കിംഗ് ദ പ്രോബ്ലംസ്. അപ്പൊ എന്ത് ചെയ്തു? ഹസ്ബൻഡിനോട് ചോദിക്കുന്നു, വൈഫിനോട് ചോദിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ വീണ്ടും 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 റിപ്പീറ്റഡ്ലി ആസ്കിംഗ് ദ പ്രോബ്ലംസ്. ആസ്കിംഗ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിങ് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പരിഹാരം ആര് പറയുന്നില്ല? കൗൺസിലർ പറയുന്നില്ല. കാരണം പരിഹാരം ആർക്കേ അറിയുള്ളൂ? ഈ 2 വ്യക്തികൾക്കേ അറിയുള്ളൂ. കാരണം they know themselves more clearly than the counselor. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിങ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് എന്ത് തോന്നും? ബോത്ത് ഓഫ് ദം ടേക്കിംഗ് ഡിസിഷൻസ്, അവർക്ക് തീരുമാനമെടുക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും അത് പേഴ്സണലി ആയിരിക്കാം. അത് ഇവർ പബ്ലിക്കായിട്ട് പ്രസന്റ് ചെയ്യാൻ തയ്യാറാവില്ല. വൈഫാണെങ്കിലും ഇറ്റ് ഈസ് എ പേഴ്സണൽ. അപ്പോൾ പേഴ്സണലായിട്ടും പബ്ലിക്കിലായിട്ടും സോഷ്യലായിട്ടും ഡിഫറെന്റ് ആംഗിൾസിൽ എന്ത് ചെയ്യുന്നു? കൗൺസിലർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അവസാനം 2 പേർക്കും തോന്നും എന്ത്? ഈ ചോദ്യം ചോദിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് ഒന്നിച്ച് ജീവിച്ചു പോകലാണ്. അതോടുകൂടി പ്രശ്നത്തിന് പരിഹാരമാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു കൗൺസിലിംഗ് എന്ന് പറഞ്ഞ എന്താണെന്ന്. ഇനി അടുത്തതാണ് കോച്ച്. നമ്മൾ സാധാരണ കേൾക്കുന്നു ഫുട്ബോൾ കോച്ച്, അതേപോലെ എന്ത് കോച്ച്? ക്രിക്കറ്റ് കോച്ച്. എന്താണ് കോച്ചിന്റെ കടമ? ഈ കോച്ചിന്റെ കടമ എന്ന് പറയുന്നത് പരിഹാരം ചോദിക്കുകയാണ്. നോക്കണം, പരിഹാരം ചോദിക്കുകയാണ്. കാരണം സ്കിൽനെസ് എന്ന് പറയുന്നത് ഓരോ ആളുകളിലും വ്യത്യസ്തമാണ്. ഓരോ ആളുകളും ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ചില ടാലൻസ് ഉണ്ട്, അത് പുറകെ കൊണ്ടുവരിക എന്നുള്ളതാണ് കോച്ചിന്റെ കടമ. കോച്ചിങ് എന്ന് പറയുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് അവർ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ഒരു കോച്ച്? കോച്ച് ഈസ് ഓൺലി ആൻ ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ ചെയ്ത് അതിന് ഇംപ്രൂവ്മെന്റ് വരുത്തുക എന്നുള്ളതാണ് കോച്ചിന്റെ കടമ.
അപ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് മനസ്സിലാവുമ്പോഴേ കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാരം ചോദിക്കുക എന്നുള്ളതാണ്. ആസ്കിങ് ദ സൊല്യൂഷൻസ്. നെക്സ്റ്റ് തിങ് ഐ സേ, എന്താണ് മാനേജർ? നമുക്കറിയാം ഒരു കമ്പനി മാനേജർ എന്താണ് ചെയ്യുന്നത്, ഒരു ഫാക്ടറി മാനേജർ എന്താണ് ചെയ്യുന്നത്? പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് പറയുക. അപ്പോ കമ്പനിയുടെ പ്രവർത്തനത്തിനുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്ന ആളാണ് മാനേജർ. എ മാനേജർ, കണ്ടുപിടിക്കുന്ന വ്യക്തി. ആ കണ്ടുപിടിച്ച് അത് ആളുകളോട് പറയുക എന്നുള്ളതാണ് മാനേജറുടെ ഡ്യൂട്ടി. പരിഹാരം നിർദ്ദേശിക്കലല്ല. ഒരു ആൾ ചെയ്യുന്ന ഡ്യൂട്ടി, ആ ഡ്യൂട്ടിയിലുള്ള പ്രശ്നങ്ങൾ, അത് ചെയ്യാതിരിക്കുന്നുള്ള പ്രശ്നങ്ങൾ അവരോട് പറയുക എന്നുള്ളതാണ്. ഇനി അടുത്ത് വരുന്നു മെന്ററിങ്. മെന്ററിങ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ മെന്റർ? ഇത് നമ്മൾ കഴിഞ്ഞ തവണ 3 തവണ പറയുന്നതിനെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. നമുക്ക് ജീവിതത്തിൽ എല്ലാ ആളുകൾക്കും അറ്റ്ലീസ്റ്റ് 1, 3 or 4 മെന്റേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്താണ് ഒരു മെന്ററുടെ ഡ്യൂട്ടി? മെന്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ വലിയ ഡ്യൂട്ടിയാണ്. ഇവര് പരിഹാരം നിർദ്ദേശിക്കലാണ്. ഇപ്പോൾ നമ്മുടെ തൊഴിലിൽ, നമ്മുടെ സ്കിൽഫുൾനെസ്സിൽ, നമ്മുടെ എഡ്യൂക്കേഷനിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കുക എന്നുള്ളതാണ് മെന്ററിന്റെ ഡ്യൂട്ടി. ആൾ ഓഫ് യു നീഡ് അറ്റ്ലീസ്റ്റ് 1 മെന്റർ. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും മെന്റർ, എനിക്കുമുണ്ട് മെന്റർ. എനിക്ക് ഡെന്റൽ സയൻസിൽ മെന്റർ ഉണ്ട്, എനിക്ക് ബിസിനസ് സെക്ഷനിൽ മെന്റർ ഉണ്ട്, എനിക്ക് അറിവുകൾ എന്തിൽ മെന്റർ ഉണ്ട്, എൻ്റെ റിലീജിയസ് സ്പിരിറ്റിൽ മെന്റർ ഉണ്ട്, സോഷ്യൽ സെറ്റപ്പിൽ മെന്റർ ഉണ്ട്. ഓൾ ആർ ഹാവിങ് 1 ഡ്യൂട്ടി. 1 മെന്റർ ഹാവിങ് 1 ഡ്യൂട്ടി. ഒരു ഫീൽഡിൽ ഒരു മെന്റർ, ആ മെന്റർ ആ ഫീൽഡിലുള്ള പരിഹാരം നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. അപ്പൊ സൊല്യൂഷൻ പ്രൊവൈഡർ ആണ് ആര്? മെന്റർ. അപ്പൊ സൊല്യൂഷൻ പ്രൊവൈഡർ ആണെങ്കിൽ ആ ആളുകൾക്ക് എന്ത് വേണം? വിസ്ഡം വേണം. വിസ്ഡം. എന്താണ് വിസ്ഡം? വിസ്ഡം എന്ന് പറയുന്നത് നോളേജ് അല്ല, അറിവല്ല, എന്ത് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യരുത് എന്നറിയണമെങ്കിൽ ആ വ്യക്തിക്ക് ആ സബ്ജക്റ്റിനകത്ത്, ആ ഫീൽഡിനകത്ത് അപാരമായ കഴിവും അപാരമായ അറിവും പരിചയവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മെന്ററിങ് ഈസ് എ വെരി വെരി ടഫ് ഡ്യൂട്ടി ആൻഡ് യു ഓൾ ഓഫ് യു ഹാവ് അറ്റ്ലീസ്റ്റ് 1 മെന്റർ. ഓക്കെ, താങ്ക് യു ആൾ. ഐ ആം ഡോക്ടർ അലി, അലി അരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. താങ്ക് യു.